ദൈവജനമേ, ഈ പുണ്യദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം ഏവർക്കും ആശംസിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിന് തന്നെ ആണിക്കല്ലായി മാറിയ പുണ്യദിനങ്ങളിലൂടെ, ത്രിദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. അതിൻ്റെ രണ്ടാം ദിനം ഇന്ന് ദുഃഖവെള്ളി. മലയാളത്തിലാണ് അത് ദുഃഖവെള്ളി എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അത് ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളിയാഴ്ചയാണ്, പുണ്യ വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ചയിലൂടെയാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്ന ലക്ഷ്യം പൂർത്തിയാക്കിയത്. എല്ലാ മനുഷ്യരും ജീവിക്കാൻ വേണ്ടി ജനിക്കുന്നു. യേശുവാകട്ടെ മരിക്കാൻ വേണ്ടി ജനിച്ചു. തൻ്റെ മരണത്തിലൂടെയാണ് തൻ്റെ ദൗത്യം പൂർത്തിയാവുക. തൻ്റെ മരണത്തിലൂടെയാണ് ലോക ജനതയ്ക്ക്, ദൈവജനതയ്ക്ക് രക്ഷ നേടിക്കൊടുക്കുവാൻ സാധിക്കുക എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. കനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് ഈശോ പറഞ്ഞു, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നതോടുകൂടി മരണത്തിന്റെ ആദ്യത്തെ ചുവടുകൾ ഈശോ വയ്ക്കുകയായി. ഇതാ എല്ലാം പൂർത്തിയായി. കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞ് ജീവൻ വിടുന്നു. എന്തിനു വേണ്ടിയാണ് ഈശോ ക്രൂശിതനായത്? നമ്മൾ പെട്ടെന്ന് പറയും, നമ്മുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്ന്. പാപങ്ങൾക്ക് മോചനം നൽകുന്നതിന് വേണ്ടിയാണെങ്കിൽ അവിടുന്ന് ദൈവമാണ്, എല്ലാം സാധ്യമാണ്. ഒറ്റ വാക്കുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവന് ഒറ്റ വാക്കുകൊണ്ട് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം തരുവാനായിട്ട് സാധിക്കും. എന്നിട്ട് ഒരു മനുഷ്യൻ പോലും സഹിക്കാത്ത വിധത്തിൽ അത്രയേറെ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ക്രൂരമായ പീഡകൾക്ക് വിധേയമായിക്കൊണ്ട് എന്തേ യേശു മരിക്കുവാനായിട്ട് തയ്യാറായി? അത് ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കണം. പഴയ നിയമത്തിൽ ജോഷയുടെ പുസ്തകം 6-ാം അധ്യായം. മോശയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനം ജോഷയുടെ നേതൃത്വത്തിലാണ് കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നത്. കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ 420 വർഷമായി അവിടെ നിന്ന് ഇസ്രായേൽ ജനം മാറിയിട്ട് യാക്കോബും മക്കളും ഈജിപ്തിലേക്ക് കുടിയേറിയിട്ട് പിന്നീട് തിരിച്ചു വരുമ്പോ ഈ പ്രദേശം മുഴുവൻ പല വിഭാഗക്കാര്, പല സമൂഹങ്ങള് കീഴടക്കി. ഓരോ പട്ടണത്തിനും പ്രത്യേക രാജാവുണ്ട്, സൈന്യമുണ്ട്, ഭരണമുണ്ട്. ഈ കാനാൻ ദേശത്തിലെ ഓരോ പ്രദേശത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ അവിടെ യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്ത് ഓരോ സ്ഥലവും കീഴടക്കണം. ഇസ്രായേൽ ജനം എന്ന് പറയുന്ന പുരുഷന്മാര് തന്നെ 6 ലക്ഷമാണ്. ജോഷ ചെയ്തത് ഓരോ പ്രദേശത്തിലേക്കും പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് ചാരന്മാരേക്കും രാജാവ് എങ്ങനെയുണ്ട്, സൈന്യം എങ്ങനെയുണ്ട്, ജനം എങ്ങനെയുണ്ട്, എത്രമാത്രം ശക്തമാണ്, അതനുസരിച്ചാണ് സൈന്യത്തെ ആ പ്രദേശത്തിലേക്ക് അയക്കുക. അങ്ങനെ ഓരോ പ്രദേശമായിട്ട് കീഴടക്കിക്കൊണ്ടുവരികയാണ്. ഏറ്റവും വലിയ പട്ടണം ജെറിക്കോ പട്ടണം. ജെറിക്കോ പട്ടണത്തിലേക്ക് സൈന്യം ചെല്ലുമ്പോ, ഇസ്രായേൽ ജനം ചെല്ലുമ്പോ അവിടുത്തെ കോട്ട അടച്ചു. ശക്തമായ ജനം, ശക്തമായ കോട്ട. ഒരാളിന് പോലും അകത്ത് പ്രവേശിക്കാൻ സാധിച്ചില്ല. പിന്നെ നമ്മുടെ വചനത്തിൽ വായിക്കുന്നു, 7 ദിവസം കോട്ടയ്ക്ക് ചുറ്റും ഈ ജനം തമ്പടിച്ച്, സൈന്യം തമ്പടിച്ച് അവര് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ സ്തുതികളിൽ 7-ാം ദിവസം കോട്ട തകർന്നു വീഴുന്നു. ഏറ്റവും ശക്തമായിട്ടുള്ള ജനതയും കീഴടക്കി.
തൊട്ടടുത്ത് കിടക്കുന്നത് ആയി പട്ടണം, ഏറ്റവും ചെറിയ പട്ടണം. ചാരുങ്ങൾ ചെന്ന് അന്വേഷിച്ച് തിരിച്ചു എന്ന് പറഞ്ഞു, അവിടെ രാജാവ് ശക്തനല്ല, സൈന്യം ശക്തമല്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. എല്ലാവരും പിടിച്ചെന്ന് അവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ല. ഒരു 200-300 പേരെ അയച്ചാൽ മതി. ജോഷുവ ശക്തന്മാരായ 300 പേരെ തിരഞ്ഞെടുത്ത് യുദ്ധത്തിനായിട്ട് അയക്കുകയും യുദ്ധമാനം വെച്ച് ആദ്യമായിട്ട് ഇസ്രയേൽ സൈന്യം പരാജയപ്പെട്ടു. കുറെ പേര് വധിക്കപ്പെട്ടു, ബാക്കിയുള്ളവരെല്ലാം പിന്തിരിഞ്ഞോടി. വാർത്ത കേൾക്കുമ്പോ ജോഷുവ കമഴ്ന്ന് വീണ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്തേ വലിയ ജനതയോട് പോലും വിജയിക്കുവാനായിട്ട് നീ ഞങ്ങളെ സഹായിച്ചിട്ട് ഈ ചെറിയ സമൂഹത്തോട്, ചെറിയ ജനതയോട് ഞങ്ങളെ അവഗണന പാത്രമാക്കിയോ? ദൈവം പറഞ്ഞു, ഇസ്രായേൽ സൈന്യം തോറ്റുവെങ്കിൽ അതിന് രണ്ടർത്ഥമില്ല. ഇസ്രായേൽ സൈന്യം പാപം ചെയ്തിരിക്കുന്നു. യുദ്ധത്തിന് പോയാൽ ആരോ പാപം ചെയ്തിരിക്കുന്നു. എങ്ങനെയാ കണ്ടെത്തുക? ദൈവം പറഞ്ഞു, നാളെ പ്രഭാതമാകുമ്പോൾ എല്ലാ ഗോത്രങ്ങളെയും അണിനിരത്താൻ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. ജോഷുവ നിർദ്ദേശം കൊടുത്തു, ഗോത്രമായിട്ട് ഒരുമിച്ച് ചേരുവാനായിട്ട്. അങ്ങനെ 12 ഗോത്രങ്ങൾ ഒരുമിച്ച് ചേർന്നു. തുണ്ട് എടുത്തു, പേര് കിട്ടി യൂദയ ഗോത്രം. യൂദയ ഗോത്രത്തിൽ ആരോ അവിടെ തെറ്റ് ചെയ്തിരിക്കുക. ഒരു ഗോത്രം എന്ന് പറഞ്ഞാൽ പല കുലങ്ങൾ ചേരുന്നതാണ്. ആ യൂദയ ഗോത്രത്തിലുള്ള കുലങ്ങളെല്ലാം അണിനിരക്കാൻ പറഞ്ഞു. തുണ്ടിട്ട് പേര് കിട്ടി സേനാ കുലം. ഒരു കുലം പല കുടുംബങ്ങൾ ചേരുന്നതാണ്. ആ കുടുംബങ്ങളെല്ലാം പ്രത്യേകമായിട്ട് നിൽക്കാൻ പറഞ്ഞു. തുണ്ടിട്ട് പേര് കിട്ടി സപ്തി കുടുംബം. സപ്തി കുടുംബങ്ങളെ അംഗങ്ങളെ പ്രത്യേകം നിൽക്കാൻ പറഞ്ഞു. അവരുടെ എല്ലാം പേര് എഴുതിയിട്ടു. പേര് കിട്ടി ആഖാൻ. ആഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പാപം ചെയ്തപ്പോൾ ഈ സൈന്യം മുഴുവൻ പരാജയപ്പെടുകയാണ്. ജോഷു വിളിച്ചു, മോനെ ആഖാൻ, നീ എന്ത് തെറ്റാ ചെയ്തേ? ആഖാൻ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ യുദ്ധം ചെയ്തു വരികയാണ്. യുദ്ധത്തിന് മുമ്പ് തന്നെ ദൈവം കൊടുത്ത ഒരു നിർദ്ദേശമുണ്ട്. നിങ്ങൾ യുദ്ധം ചെയ്ത് മുന്നേറുമ്പോ, ഓരോന്നിനെ കീഴടക്കുമ്പോ നിങ്ങൾ ഒന്നും സ്വന്തമാക്കരുത്, എല്ലാത്തിനെയും തീയിലിട്ട് നശിപ്പിക്കണം. ആഖാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ പോകുമ്പോ എല്ലാം തീയിലിട്ട് നശിപ്പിച്ചു വരായിരുന്നു. അപ്പോ 50 ഷെക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണക്കട്ട ആരും കാണാതെ ഞാൻ എടുത്ത് അത് ഒളിച്ചു വെച്ചു. 200 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കട്ട കണ്ട്, അതും ആരും കാണാതെ ഞാൻ ഒളിച്ചു വെച്ചു. വീണ്ടും ഗ്രീസിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു പട്ടുവസ്ത്രം, എല്ലാ വസ്ത്രങ്ങളും തീരിട്ട് നശിപ്പിക്കുക. ആ പട്ടുവസ്ത്രം അതുകൂടി ഞാൻ സ്വന്തമാക്കി ഒളിച്ചു വെച്ചു. ഇതാ ആഖാൻ ചെയ്ത തെറ്റ്. ദൈവം പറഞ്ഞ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, അവൻ വധിക്കപ്പെടണം. അങ്ങനെ ആഖാനെ വധിക്കുന്നു. തുടർന്ന് നടക്കുന്ന യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യം വിജയിക്കുകയും ചെയ്തു. നമ്മളെ പഴയ നിയമത്തിൽ കാണുന്ന ഒരു ചിന്ത ഇതാണ്, പാപം ചെയ്തവൻ മരിക്കണം. ഇന്ന് അങ്ങനെ നിയമം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര പേർ ജീവനോടെ ഇരിക്കും? ഓരോരുത്തരും എത്ര പ്രാവശ്യം മരിക്കേണ്ടി വരുമായിരിക്കും. പക്ഷെ ദൈവം കാരുണ്യമാണ്. ആരംഭം മുതൽ നമ്മൾ കാണുന്നു ദൈവത്തിന്റെ കരുണ. ദൈവം കാരുണ്യവാനായതുകൊണ്ട് തന്നെ പാപം ചെയ്യുന്ന മനുഷ്യന് പാപത്തിൽ നിന്ന് മോചനം കൊടുക്കുവാനായിട്ട് ദൈവം മാർഗവും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം 14-ാം വാക്യം, 14-ാം വാക്യത്തിലും 19-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു വ്യക്തി പാപം ചെയ്താൽ, ഒരു കുടുംബം പാപം ചെയ്താൽ പാപ പരിഹാര ക്രിയ ചെയ്യണം. എന്താ പാപ പരിഹാര ക്രിയ ചെയ്യേണ്ടത്? രക്തബലി അർപ്പിക്കണം. പാപത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ രക്തബലി അർപ്പിക്കണം. കാളക്കുട്ടിയെയോ കുഞ്ഞാടിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ അല്ലെങ്കിൽ ചേങ്ങാലി ബലിയർപ്പിക്കണം.
ബലിയർപ്പിച്ചാൽ മാത്രമേ പാപത്തിൽ നിന്ന് മോചനം നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ലേവ്യരുടെ പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. അനന്തരം കാളക്കുട്ടിയുടെ കുറെ രക്തമെടുത്ത് കൈവിരൽ കൊണ്ട് കൃപാസനത്തിന്മേൽ മുൻഭാഗത്ത് തളിക്കണം. അതുപോലെ കൃപാസനത്തിന് മുൻപിലും 7 പ്രാവശ്യം തളിക്കണം. 19-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്ന കുറെ രക്തമെടുത്ത് വിരൽ കൊണ്ട് 7 പ്രാവശ്യം അതിന്മേൽ തളിച്ച് അതിനെ ശുദ്ധീകരിക്കുകയും ഇസ്രായേൽ ജനത്തിന്റെ അശുദ്ധിയിൽ നിന്ന് പൗത്രീകരിക്കുകയും ചെയ്യണം. ഇങ്ങനെയാണ് പഴയ ബന്ധത്തിൽ പറഞ്ഞിരിക്കുക. അപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം പാപം ചെയ്തു കഴിഞ്ഞാൽ ഈ കാളക്കുട്ടിയെ അല്ലെങ്കിൽ കുഞ്ഞാണ്ടിനെ അല്ലെങ്കിൽ പ്രാർത്ഥനയെ ബലിയർപ്പിക്കണം. ബലിയർപ്പിച്ച് രക്തമെടുക്കുമ്പോ അതിനെ കൈകൊണ്ട് എടുത്ത് വിരൽ കൊണ്ട് കൃപാസനത്തിന് മുൻപിലും കൃപാസനമേലും തളിക്കണം. തളിച്ചാലേ ശുദ്ധീകരണം പൂർത്തിയാവുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം. യേശു തന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോൾ സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലേവ്യരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കുഞ്ഞാടിനെ അല്ലെങ്കിൽ കാളക്കുട്ടിയെ ബലിയർപ്പിക്കണം. സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നു, ലോകത്തിന്റെ മുഴുവന്റെയും പാപം പോക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്ന് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഇനി ജീവിക്കാണ്ടിരിക്കുന്നവരെ സകല മനുഷ്യരുടെയും പാപം പോക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ കുഞ്ഞാട് ബലിയർപ്പിക്കാനുള്ളത്. ആ ബലിയർപ്പണമാണ് ദുഃഖവെള്ളിയാഴ്ച നമ്മൾ അനുസ്മരിക്കുന്നത്. കാൽവരി മലയിൽ മരക്കുരിശിൽ തൂങ്ങി മരിക്കുന്നു, കുഞ്ഞാട് ബലിയർപ്പിക്കുന്നു. അവസാനത്തെ ബലിയർപ്പണം ഈശോ അർപ്പിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏക ബലിയർപ്പണമാണ്. അൾത്താരയിൽ അർപ്പിക്കണ ബലിയർപ്പണമൊക്കെ അതിന്റെ പുനരാവിഷ്കരണം മാത്രം, പുതിയ ബലിയല്ല, ഒറ്റ ബലിയേ ഉള്ളൂ. അത് കർത്താവ് കാൽവരി മലയിൽ ബലിയർപ്പിച്ചത്. പക്ഷേ പ്രശ്നം ലേവ്യരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ബലിയർപ്പിച്ചാൽ മാത്രം പോരാ, രക്തമൊഴുക്കപ്പെട്ടാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? മക്കളെ പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യണം? രക്തമെടുത്ത് 7 പ്രാവശ്യം തളിക്കണം. ലോകത്തിലെ പാപം നീക്കുന്ന കുഞ്ഞാടായ ഈശോ കാൽവരി മലയിൽ ബലിയർപ്പിച്ചു. പക്ഷേ ആ രക്തം 7 പ്രാവശ്യം തളിച്ചോ? 7 പ്രാവശ്യം തളിച്ചോ? ഇല്ലേ? ഇല്ല എങ്കിൽ പാപമോചനം പൂർണ്ണമായില്ല, രക്ഷ പൂർണ്ണമായില്ല. 7 പ്രാവശ്യം തളിക്കപ്പെട്ടു. ആ 7 പ്രാവശ്യം ഏതൊക്കെയാണ്? അതെങ്ങനെയാണ് നമുക്ക് രക്ഷയായിട്ട് മാറുക എന്ന് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ്. ഒന്നാമതായിട്ട് ഈശോയുടെ രക്തം തളിക്കപ്പെട്ടത് എവിടെ വെച്ച? ഗത്സമൻ തോട്ടത്തിൽ. ഗത്സമൻ തോട്ടത്തിൽ ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 44-ാം വാക്യം. ലൂക്കയുടെ സുവിശേഷം 22-ാം അധ്യായം 44-ാം വാക്യം ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക. 22-ാം അധ്യായം 44-ാം വാക്യത്തിൽ അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. വിയർപ്പ് രക്തമായിട്ട് മാറ്റപ്പെടുകയാണ്. വിയർപ്പ് രക്തമാകുമോ? രക്തം വിയർപ്പാണ്. എപ്പോഴാണ് മനുഷ്യൻ രക്തം വിയർപ്പാക്കി തുടങ്ങിയത്? വിയർക്കാനായിട്ട് തുടങ്ങിയത് എപ്പോഴാണ്? മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോ, ആദ്യ മനുഷ്യര് പാപം ചെയ്തു കഴിഞ്ഞപ്പോ, ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കപ്പെട്ടപ്പോൾ ദൈവം ആദ്യ മനുഷ്യരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിട്ട് പറഞ്ഞത് എന്താ? ഇനി നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ അപ്പം ഭക്ഷിക്കുക.
അങ്ങനെ അവൻ അതുവരെ അവന് സമൃദ്ധി ഉണ്ടായിരുന്നു, ഇതാ അവൻ വിയർക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചപ്പോൾ അവൻ വിയർക്കാനായിട്ട് തുടങ്ങിയെങ്കിൽ ഈശോ ഇതാ ഇവിടെ ലൂക്കയുടെ സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യത്തിൽ ഈശോയുടെ മനോഹരമായ പ്രാർത്ഥന, പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ, എങ്കിലും എന്റെ ഹിതമല്ല പിതാവേ നിന്റെ ഹിതം നിറവേറട്ടെ. എന്റെ ഇഷ്ടമില്ല, എന്റെ ഇഷ്ടമില്ല, ഈ പാനപാത്രം ഈ കുരിശ് എന്നിൽ നിന്ന് മാറിപ്പോകണം. നമ്മളും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഈ വേദനയുണ്ട്, ഈ ദുഃഖമുണ്ട്, ഈ തകർച്ചയുണ്ട്, ഇതൊക്കെ മാറ്റിത്തരണമേ എന്ന്. എന്നിട്ട് കാത്തിരിക്കും. ഈശോ തന്റെ ആഗ്രഹം ദൈവത്തിന്റെ പിതാവിനോട് പറഞ്ഞു. പക്ഷെ അടുത്ത നിമിഷം പറഞ്ഞു, പിതാവ് ഇത് എന്റെ ഇഷ്ടമാണ്, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ രക്തം വിയർപ്പാക്കേണ്ടി വന്നു എങ്കിൽ ഈശോ ഇതാ ഇവിടെ ദൈവത്തിന്റെ ഇഷ്ടത്തിന്, പിതാവിന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തപ്പോൾ ആ വിയർപ്പ് വീണ്ടും രക്തമായി മാറി. വിയർപ്പ് രക്തമാകുമ്പോ വൈദ്യശാസ്ത്രം മെഡിക്കൽ സയൻസ് പറയുന്ന സാധിക്കും എപ്പോഴാ വേദന മുഴുവൻ ഉള്ളിലൊതുക്കി ആ വേദന മുഴുവൻ ശരീരത്തിലേക്ക് ആവാഹിച്ചെടുത്ത് അത് നാഡീ ഞരമ്പുകളിലേക്ക് വിട്ട് നാഡീ ഞരമ്പുകൾ രക്തധമനികൾ അതിന് താങ്ങാൻ പറ്റാതെ വരുമ്പോ രക്തധമനികൾ പൊട്ടും. അപ്പോഴാണ് ഈ ശരീരത്തിലുള്ള ധമനികൾ പൊട്ടുമ്പോ അവിടെ രക്തം ഒഴുകും. നമുക്ക് അങ്ങനെ സംഭവിക്കാറില്ല സാധാരണ. ചിലര് പറയാറുണ്ട്, ഞാൻ സഹിച്ചതുപോലെ ആര് ലോകത്തിൽ സഹിച്ചില്ല എന്ന്. എന്നിട്ട് നമ്മുടെ ഞരമ്പുകൾ പൊട്ടാറില്ല. എന്തുകൊണ്ടാ? നമുക്ക് ഒരു പരിധി വരെ മാത്രമേ നമുക്ക് ആ വേദന സഹിക്കാൻ സാധിക്കൂ. അതിനപ്പുറമായ എന്ത് സംഭവിക്കും? നമ്മുടെ ബോധം പോകും, ബോധക്ഷയം ഉണ്ടാകും, ഇതാ വീഴുന്നു, വീണ്ടും വെള്ളമൊക്കെ തെളിച്ച് ഓർമ്മ കിട്ടുമ്പോ വീണ്ടും വേദന കൂടുമ്പോ വീണ്ടും വീഴും. പക്ഷെ ഈശോ മുഴുവൻ അത് സഹിച്ചത് അവൻ തീവ്ര വേദനയിൽ മുഴുകി എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുക. അത് അവൻ നമുക്ക് രക്ഷയായിട്ട് മാറുന്നു. എങ്ങനെ അത് രക്ഷയായിട്ട് മാറുന്നു? തിരുവചനം പഠിപ്പിക്കുന്നു, നമ്മൾ ചെയ്ത പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം തരുവാൻ സാധിക്കും. ഈശോയുടെ ഈ രക്തം കൊണ്ട് കഴുകപ്പെടുവാനായിട്ട് സാധിക്കുമെങ്കിൽ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ദുഃഖ വെള്ളിയാഴ്ച ദൈവസന്നിധിയിലായിരിക്കുമ്പോ കുരിശിനെ പോലെ നമ്മൾ മുട്ട മടക്കാനായിട്ട് വരുന്നുണ്ട്. അവിടെ മുട്ടിട്ട് നമ്മൾ കുമ്പിടുമ്പോ ഉരുകി പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ ചെയ്ത തെറ്റുകളൊക്കെ കർത്താവേ നിന്റെ തിരിച്ചുവരവുണ്ട്, കഴുകണമേ, കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട് രക്തം തളിക്കപ്പെട്ടത് ചമ്മട്ടി കൊണ്ട് ഈശോയുടെ ശരീരത്തിൽ അടിക്കുമ്പോൾ ഉണ്ടായ മുറിവുകൾ. പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിരുന്ന കുട്ടികൾക്ക് ഇവിടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഈ ചമ്മട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വെറും ചാട്ടയാണ്. ഈശോയെ ആദ്യം ചാട്ടുകൊണ്ട് അടുപ്പിക്കുന്നുണ്ട്. 40 വട്ടം ചാട്ടുകൊണ്ട് അടുപ്പിച്ചിട്ടാണ് പീലാത്തോസ് ആൾക്കാരുടെ അടുക്കലേക്ക് വന്നത്. ശിക്ഷ കൊടുത്തു, ഇനി അവനെ മോചിപ്പിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അവര് സമ്മതിക്കുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് ചമ്മട്ടി കൊണ്ടുള്ള അടി. ചമ്മട്ടി എന്ന് പറഞ്ഞാൽ ഈയക്കട്ടകളും കൂർത്ത് മോർത്ത ആട് പോലെയുള്ള ഉപകരണങ്ങളൊക്കെ ചേർത്തുണ്ടാക്കിയ ഒരു ഉപകരണമാണ്. അത് ആഞ്ഞടിക്കുമ്പോ ആ ചാട്ട ശരീരത്തിൽ ചുറ്റിയിട്ട് ഈ അല്ലുപോലെയുള്ള ഭാഗം മാംസമായ ഭാഗത്ത് തഴച്ചു കയറും. തിരിച്ചെടുക്കുമ്പോ അവിടുന്ന് മാംസം കൂടി പറഞ്ഞു പോരുകയാണ്. പശുപണ്ടുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാം. ഈശോയുടെ ശരീരം മുഴുവൻ ചാട്ട കൊണ്ടടിക്കുന്നുണ്ട്. തിരിച്ചും മറിച്ച് കിടത്തി ചാട്ടം കൊണ്ടടിക്കുന്നു, ചമ്മട്ടി കൊണ്ടടിക്കുന്നുണ്ട്. അങ്ങനെ ശരീരം മുഴുവൻ മുറിവുകൾ കൊണ്ട് നിറഞ്ഞു, രക്തം വാർന്നൊഴുകുന്നുണ്ട്. പണ്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് പരിശുദ്ധാമ്മയും മഗ്ദലന മറിയയും കൂടി വരുന്നുണ്ട്. രക്തം തുടയ്ക്കുന്നതൊക്കെ കാണുന്നുണ്ട്. രക്തം തളം കെട്ടി കിടക്കി.
ഈ തിരിച്ചോര ചമ്മട്ടികൾ അടിക്കപ്പെട്ടപ്പോൾ ഈശ്വര ശരീരത്തിൽ മുഴുവൻ മുറിവുകളുണ്ടായപ്പോ അവിടെ നിന്നൊഴുകിയ തിരിച്ചോര തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകുവാനായിട്ട് പ്രാപ്തമാണ് യേശുവിന്റെ ഈ തിരിച്ചോര എന്ന്. രോഗികളായിട്ടുള്ളവരൊക്കെ ഉള്ളൊരുങ്ങി പ്രാർത്ഥിക്കണം. ഈശോയുടെ ഈ തിരിച്ചോര കൊണ്ട് സൗഖ്യപ്പെടുവാനായിട്ട്, തിരിച്ചോരയുടെ അഭിഷേകം ചെയ്യപ്പെടുവാനായിട്ട്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഉള്ളൊരുക്കി എന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ആരെങ്കിലും എങ്കിലേക്ക് ഒഴുക്കിയിറക്കണമെന്ന് ഈശ്വരെ ആ തിരിച്ചറിവുകൊണ്ട് ഒഴുക്കി ഈ മക്കളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ, നീ സൗഖ്യപ്പെടുത്തണമേ. അങ്ങനെ നീ നേടുന്ന രക്ഷ സ്വന്തമാക്കുവാനായിട്ട് നിന്റെ തിരിച്ചുവരയാൽ ഈ മക്കളെല്ലാവരെയും അഭിഷേകം ചെയ്യണമേ. ആമേൻ. മൂന്നാമതായിട്ട് രക്തം ഒഴുക്കപ്പെട്ടത് എപ്പോഴായിരിക്കും? മൂന്നാമത് രക്തം ഒഴുക്കിയത് എപ്പോഴാ മക്കളെ? ഈശോയുടെ ശിരസിൽ മുൾമുടി ധരിപ്പിക്കപ്പെട്ടപ്പോൾ. മുള്ളെന്ന് പറഞ്ഞാൽ വളരെ കോർത്ത മുള്ളുകളാണ്. ശരീരത്തില് നെറ്റിയിലേക്ക് വെക്കുമ്പോ അമർത്തിയ വെക്കുന്ന സിനിമകളിലൊക്കെ അറിയാൻ സാധിക്കും. അമർത്തിയ വെക്കുന്നത്. അപ്പോൾ ഈ കോർത്ത മുള്ളുകളൊക്കെ നെറ്റിയിലേക്ക് തറച്ചു കയറുന്നുണ്ട്. അവിടുന്ന് രക്തം ധാരധാരയായിട്ട് ഒഴുകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ തിരിച്ചുവര എന്ത് നമുക്ക് നൽകുന്നു? ഓർക്കണം, മനുഷ്യൻ പാപം ചെയ്ത് കഴിയുമ്പോ ദൈവം അവനെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാ? എന്ത് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നത്? തൊട്ടത്തിന് പുറത്താക്കിയിട്ട് നിന്റെ നെറ്റിയിലെ വിയർപ്പ്, നിന്റെ കൈകളിലെയോ കാലുകളിലെയോ ശരീരത്തെ വേറൊരു ഭാഗത്തല്ല, നെറ്റിയിലെ വിയർപ്പ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? നെറ്റി എന്ന് പറയുന്നത് അഭിമാനത്തിന്റെ അടയാളം. ദൈവം ഈ ലോകത്തിൽ എല്ലാം സൃഷ്ടിക്കുമ്പോഴും നെറ്റി ഉയർത്തി നിൽക്കുവാനുള്ള ഭാഗ്യം ലഭിച്ച ഏക ജീവി മനുഷ്യനാണ്. മറ്റെല്ലാ ജീവികളും നെറ്റി ഉയർത്തിയാലും ഉടൻ തന്നെ താഴ്ത്തും എന്നുള്ളതാണ്. എപ്പോഴും നെറ്റി ഉയർത്തി നിൽക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത് മനുഷ്യനാണ്. അഭിമാനത്തിന്റെ അടയാളമാണ്. കിരീടം എന്തിന്റെ അടയാളമാണ്? കിരീടം എന്തിന്റെ അടയാളമാണ്? അധികാരത്തിന്റെയും സമൃദ്ധിയുടെയും അടയാളം. ഈശ്വര ശിരസിൽ ഈ മുൾക്കിരീടം വെക്കുമ്പോ ആ സമൃദ്ധി മനുഷ്യനെ വീണ്ടെടുത്തെടുക്കാനാണ്. അവൻ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിക്കാനായിട്ട് ദൈവം പറയുമ്പോ, വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാനായിട്ട് പറയുമ്പോ അവന്റെ അഭിമാനത്തിന് ക്ഷബ്ദമേൽക്കുന്നത്. അതുവരെ അവനവിടെ സമൃദ്ധി ഉണ്ടായിരുന്നു, ഒന്നിനും ഒരു കുറവും ഇല്ലായിരുന്നു. അവനുള്ള ആവശ്യമുള്ളതൊക്കെ ദൈവം കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ സാത്താന്റെ പിടിയിൽപ്പെട്ട്, സർപ്പത്തിന്റെ വശീകരണത്തിൽപ്പെട്ട് അവൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞപ്പോ അവന്റെ അഭിമാനത്തിന് ക്ഷതമുണ്ടാകുന്നു. അവൻ ഒളിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞാൽ ദൈവം ഇറങ്ങി വരുമ്പോ ഞങ്ങൾ അജ്ഞരാണ് എന്ന് പറയുന്ന ആ മനുഷ്യൻ അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നു. അങ്ങനെയാണ് അവൻ നെറ്റിയിലെ രക്തത്തിന്റെ സ്ഥാനത്ത് വിയർപ്പുണ്ടാകുന്നത്. എന്നാൽ ഇവിടെ ആ വിയർപ്പിന്റെ സ്ഥാനത്ത്, നെറ്റിയിലെ വിയർപ്പിന്റെ സ്ഥാനത്ത് ഈശോയുടെ നെറ്റിയിൽ രക്തമൊഴുകുന്നു. വീണ്ടും ആ വിയർപ്പ് രക്തമായിട്ട് മാറ്റപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ഈശോയുടെ ഈ നെറ്റിയിൽ നിന്നൊഴുകിയ തിരിച്ചോര കൊണ്ട് ആരെങ്കിലും ഒക്കെ കഴുകുവാനായിട്ട് സാധിക്കുമെങ്കിൽ അത് ജീവിതത്തിൽ സമൃദ്ധി നൽകുവാനായിട്ട് പ്രാപ്തമാണ്. കടഭാരമുള്ള അനേകം മക്കളുണ്ട്. അനേകം പേര് വിവിധ തരത്തിലുള്ള കടബാധ്യത, വസ്തുക്കളൊക്കെ പണയത്തിലായിരിക്കുന്നവര്, ഉള്ള സാധനങ്ങളെല്ലാം
പണയത്തിലായിരിക്കുന്നവര്, പലിശക്കടത്തിന് അടിമപ്പെട്ടിരിക്കുന്നവര്, ബ്ലേഡുകാരുടെ പിടിയില് അമർന്ന് ഉള്ളവരെ പ്രാർത്ഥിക്കണം. ഈശോയുടെ നെറ്റിയിൽ നൽകി തിരിച്ചു ഒരു നിമിഷം മതി. ഈ ധ്യാന കേന്ദ്രത്തിലൊക്കെ ഈ ഇങ്ങനെയുള്ള വ്യക്തിത്വത്തെ കുറിച്ചൊക്കെ ധ്യാനിച്ചു കഴിയുമ്പോൾ എത്രയോ മക്കളുടെ ജീവിത അനുഭവങ്ങളാണ് അവരെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. അവർക്ക് ആരാധനയുടെ സമയത്ത് ഈ രക്തം ഒഴുകി വരുന്ന അവസ്ഥയ്ക്ക് ഉണ്ടാകുന്നത് തീർച്ചയാണ്. ഉള്ളൊരുക്കി പ്രാർത്ഥിക്കണം. കടഭാരമുള്ള എല്ലാ മക്കളും ഉള്ളൊരുക്കി പ്രാർത്ഥിക്കണം. ഈശോയുടെ ഈ തിരിച്ചറിവുകൊണ്ട് അഭിഷേകം ചെയ്യണമേ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം കണ്ണുകൾ വെച്ച് ഉള്ളൊരുക്കി എന്ന് പ്രാർത്ഥിക്കുക. കടഭാരമുള്ള മക്കള് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. സാമ്പത്തികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവര്, കൃഷിയിടങ്ങളിൽ പരാജയം സംഭവിച്ചവര്, ബിസിനസ് മേഖലയിൽ പരാജയം സംഭവിച്ചവര്, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് സമ്പത്തില്ലാതെ കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ ഒക്കെ ഉള്ളൊരുക്കി ഒന്ന് പ്രാർത്ഥിക്കുക. സാമ്പത്തിക മേഖലകളെ നീ വിശദീകരിക്കണമേ. കടബാധകളിലായിരിക്കുന്ന മക്കളെ നീ അനുഗ്രഹിക്കണമേ. നീ നിന്റെ മാർഗം തെളിച്ചു കൊടുക്കണമേ. നീ നിന്റെ വഴി കാണിച്ചു കൊടുക്കണമേ. ഈശോയെ, നിന്റെ വലിയ ചൈതന്യം, വലിയ ശക്തി ഈ മക്കൾക്ക് എല്ലാവർക്കും നീ പകർന്നു കൊടുക്കണമേ. ആമേൻ. നാലാമത് രക്തം തളിക്കപ്പെട്ടത് എപ്പോഴാ? നാലാമത് രക്തം തളിക്കപ്പെട്ടത് എപ്പോഴാ? നാലാമത് ഈശോ കുരിശുമായിട്ട് വീഴുമ്പോൾ, കുരിശ് യാത്ര നമ്മൾ കുരിശിന്റെ വഴിത്തിനുമ്പോ നമ്മൾ വായിക്കുന്നുണ്ട്, എന്തുമാത്രം വീണ്ടുകൾ സഹിച്ചുകൊണ്ടാണ് കുരിശ് യാത്ര. എത്ര പ്രാവശ്യം ഈശോ വീഴുന്നു? 3 പ്രാവശ്യം നമ്മൾ വായിക്കുന്നത് കുരിശിന്റെ വഴിയില്ലേ. അത് ഒരുപാട് വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ചിരിക്ക് 3 ആക്കിയത്. പണ്ഡിതന്മാരാണ് പറയുന്നത് 3 30 പ്രാവശ്യമല്ല, അതിനേക്കാൾ ഈശോ വീണിട്ടുണ്ടാകാം. കാരണം അത്രയും വലിയ ഭാരമുള്ള കുരിശുമായിട്ടാണ് ആ മലകയറ്റം നടക്കുന്നത്. ഈ ഈശോ കുരിശുമായിട്ട് മല കയറിയത് നമ്മൾ പറയുന്ന ആ കുരിശുമായിട്ടല്ല. ഈ കുരിശ് ഇത്തരത്തിൽ അവിടുത്തെ ഒരു രീതിയുണ്ട്. ഇങ്ങനെ കുരിശിൽ തറയ്ക്കുന്നവരെ കുരിശ് കൊണ്ടുവന്നത്, ഇതിൽ നാട്ടിനകത്തിരിക്കുന്ന ലംബമായിട്ടുള്ള ആ തടിക്കഷ്ണം അത് നേരത്തെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. നേരത്തെ കൊണ്ടുപോയി അവിടെ നാട്ടിയിട്ടുണ്ടാകും. വിലങ്ങനെ നിൽക്കുന്ന തിരശ്ചീനമായിട്ടുള്ള ആ തടിക്കഷ്ണമാണ് ഇങ്ങനെ കുറ്റവാളികളുടെ പുറത്ത് കൊടുക്കുന്നത്. അതുപോലെ ഈശോയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ കൈകളിൽ തറയ്ക്കുവാനുള്ള ആ തടി മാത്രം. പക്ഷെ ആ തടിയുടെ ഭാരം എന്ന് പറയുന്നത് ഈശോയുടെ ഭാരത്തിന്റെ 10 ഇരട്ടിയാണ്. അത്രമാത്രം ഭാരമുള്ളതാണ്. അത് വെറുതെ കച്ചവടത്തിൽ എടുക്കുകയല്ല, ആ തടിയോട് കൈകളെ ചേർത്ത് കെട്ടി കൈ അനക്കാൻ പറ്റാത്ത വിധത്തിൽ അത് തോളിലേക്ക് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ വീഴുമ്പോൾ എങ്ങനെയാ വീഴുന്നത്? ഈ തടിയുമായിട്ട് വീഴുമ്പോൾ ആദ്യം നിലത്ത് പതിക്കുന്നത് എന്തായിരിക്കും? മൂക്കടിച്ചാ വീഴുന്നത്. നോക്കണം, കയ്യൊന്നും അനക്കാൻ പറ്റില്ല. നമ്മൾ വീഴുകയാണെങ്കിൽ നമ്മൾ ആദ്യം നിലത്ത് കൈ കൊത്തിയായിരിക്കും നമ്മൾ വീഴുന്നത്. ഈശോയ്ക്ക് അങ്ങനെ സാധിക്കില്ല. ശരീരം മുഴുവൻ ഇടിച്ചാ വീഴുന്നത്. ഇപ്പൊ ആ പുറത്ത് വലിയ ഭാരമുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കുക. അത്ര വലിയ വേദനയാണ് ഈശോ അനുഭവിച്ചത് എന്നുള്ളത്. പോകുന്ന വഴിയില് കണ്ടുമുട്ടുന്ന വ്യക്തികളുണ്ട്. ആദ്യം കണ്ടുമുട്ടുന്നത് ആരെയാ? പരിശുദ്ധ അമ്മ. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വീങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ, അമ്മയും മകനും എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വിവരണം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കാണുന്നത് ആരെയാ? സിമിയോൻ, കുരിശെടുത്ത് ഈശോയെ സഹായിക്കുന്ന സിമിയോൻ. പിന്നെ ആരാ? വെറോനിക്ക. പിന്നെ ആരാ? ഓർസലേമിലെ സ്ത്രീകൾ. ആ സ്ത്രീകളോടാണ് പറയുന്നത്, നിങ്ങൾ എന്നെ ഓർത്ത് കഴിയണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർക്കുക എന്ന് പറയുന്ന നമ്മൾ കാണുന്നു. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഈശോ സഹായിക്കാനായിട്ട് വരുന്നവർക്ക് പോലെ ഈശോ യഥാർത്ഥത്തിൽ സഹായിക്കാനായിട്ട്
സാധിക്കുന്നില്ല, ആശ്വസിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഈശോ തിരിച്ച് അവരെയൊക്കെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ നാലാമത് രക്തമൊഴുകിയത് ഈശോ കുരിശുമായിട്ട് നിലത്ത് വീഴുമ്പോൾ ഇങ്ങനെ ഒഴുകപ്പെട്ട രക്തം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ തിരുരക്തം നമുക്ക് നൽകുന്ന സൗഖ്യം എന്ന് പറയുന്നത് മാനസികമായിട്ട് വ്യഥ അനുഭവിക്കുന്നവരെ, മാനസികമായിട്ട് പീഡകൾ അനുഭവിക്കുന്നവരെ, അവർക്ക് ഈശോയുടെ ഈ തിരിച്ചുവര ആശ്വാസം നൽകുന്നു എന്നാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ, യെശയ്യാ 57-17-18 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. അവന്റെ എന്റെ കോപത്താൽ ഞാൻ അവനെ ശിക്ഷിക്കുകയും അവനിൽ നിന്ന് മുഖം തിരിക്കുകയും ചെയ്യും. എന്നിട്ടും അവൻ തന്നിഷ്ടം കാട്ടി പിഴച്ച വഴി തുടർന്നു. ഞാൻ അവന്റെ വഴികൾ കണ്ട്, എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും, അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും, അവനെ പ്രതി വിലപിച്ചവരുടെ അതിരിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരുവാൻ ഇടവരുത്തും എന്ന് പറഞ്ഞാൽ, മാനസിക ദൈവത്തിന്റെ വഴിയിൽ നിന്ന് വേറിട്ട് പോകുമ്പോൾ, സ്വന്തം ഇഷ്ടം കാണിക്കുമ്പോഴാണ് മാനസികമായ തകർച്ചകൾ ഉണ്ടാവുക. ആ മാനസികമായ തകർച്ചയുടെ ശരീരങ്ങളായിട്ട് മാറുക. എന്നാൽ ദൈവം പറയുന്നു, അവനെ ഞാൻ സുഖപ്പെടുത്തും, മാനസികമായ അസ്വസ്ഥതകളിൽ നിന്ന് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തും എന്ന തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മാനസികമായി തകർന്നിരിക്കുന്ന എല്ലാ മക്കളും ഉള്ളൊരുങ്ങി പ്രാർത്ഥിക്കണം. ഈശോയെ, നീ കുരിശുമായിട്ട് വീഴുമ്പോൾ ഒഴുകപ്പെട്ട ആ തിരിച്ചോര എന്നിലേക്ക് ഒഴുകണമേ. എന്റെ മനസ്സിന്റെ ഭാരങ്ങൾ, ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പലരും കുടുംബത്തിലെ പ്രശ്നങ്ങളാകാം, മക്കളെ കുറിച്ചുള്ള ആകുലതകളാകാം, ജീവിത പങ്കാളിയെ കുറിച്ചുള്ള ഉത്കണ്ഠകളാകാം, സാമ്പത്തികമായ ക്ലേശങ്ങളാകാം. പല വിധത്തിൽ ഇങ്ങനെ അസ്വസ്ഥത അനുഭവിക്കുന്നവരുണ്ട്, മാനസികമായി തകർന്നിരിക്കുന്നവരുണ്ട്. ആ തകർച്ചയിൽ നിന്നൊക്കെ മോചനം നേടുവാനായിട്ട് ഉള്ളൊരുങ്ങി നിങ്ങൾ പ്രാർത്ഥിക്കുക. അഞ്ചാമതായിട്ട് രക്തം തളിക്കപ്പെട്ടത് എപ്പോഴാ? കാൽവരി മലയിലെത്തി തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുമ്പോ. ഓർക്കണം, ഈ ചാട്ടവാറന്റെ മുഴുവൻ എത്തിച്ച് ശരീരം മുഴുവൻ മൃണങ്ങൾ കൊണ്ട് നിറഞ്ഞ് മുറിവുകൾ കൊണ്ട് നിറഞ്ഞതിന് ശേഷമാണ് വീണ്ടും മേലങ്കി അവനെ ധരിപ്പിക്കുന്നത്. രക്തത്തിന്റെ പുറത്ത് വസ്ത്രം വീഴുമ്പോ എന്തായിരിക്കും സംഭവിക്കുക? ഒട്ടിപ്പിടിക്കുക. നമുക്കറിയാം, ഒരു മുറിവില് വസ്ത്രം വീണ് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും. ആ വസ്ത്രമായിട്ട് ഈ യാത്ര മണിക്കൂറുകളായി. ഇപ്പൊ ഇതാ വസ്ത്രം ഉരിഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു തോലുരിഞ്ഞെടുക്കുന്നത് പോലെ, ഒരു ദാക്ഷിണ്യവുമില്ലാതെ, പടയാളികൾ ഒരു ദാക്ഷിണ്യമില്ലാതെ ഈശോയുടെ ശരീരത്തിൽ നിന്ന് ഈ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും മുറിവുകൾ വലുതാകും. അവിടെ നിന്ന് രക്തം ധാരധാരയായിട്ട് ഒഴുകും. ഈ തിരിച്ചവര വചനം പഠിപ്പിക്കുന്നു, ആന്തരിക മുറിവുകളിൽ നിന്ന് നമ്മെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് യോഗ്യമാണ്. അനേകം മക്കളുണ്ട് ഇങ്ങനെ ഈ ആന്തരിക മുറിവുകളേറ്റ് കുഞ്ഞുനാൾ മുതൽ എത്തിയിട്ടുള്ള ചില മുറിവുകളുണ്ട്. തന്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, കുടുംബത്തിനുള്ളിലോ പുറത്തുള്ള പ്രിയപ്പെട്ടവരിൽ നിന്ന് ഏർപ്പെട്ടിട്ടുള്ള ചില മുറിവുകൾ, അവർ നൽകിയിട്ടുള്ള മുറിവുകൾ ചില വാക്കുകളാകാം, ചില പ്രവൃത്തികളാകാം. ഒരിക്കൽ ആരോടും പറയാൻ, കുടുംബാംഗങ്ങളോട് പോലും പറയാൻ പറ്റാത്ത അത്തരത്തിലുള്ള ആന്തരിക മുറിവുകളുമായിട്ട് നടക്കുന്ന അനേകം മക്കളുണ്ട്. ഈ ധ്യാന കേന്ദ്രങ്ങളിൽ കുമ്പസാരിക്കാനിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ കുമ്പസാരിക്കുമ്പോൾ ഒരുപാട് മക്കള്, പ്രത്യേകം കോളേജ് പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ അരമണിക്കൂറൊക്കെ എടുത്ത് കുമ്പസാരിക്കുന്നുണ്ട്. അവർ കണ്ണുനീരോടുകൂടി പറയുന്ന ഒരുപാട് സത്യങ്ങളുണ്ട്. ആരോടും പറയാതെ ഉള്ളിൽ നീര് കൊണ്ട് നടന്ന് അങ്ങനെ സാധാരണ രോഗാവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നവര്, അങ്ങനെ ധ്യാനത്തിലൊക്കെ പങ്കെടുത്ത്
പൂർണ്ണമായിട്ട് പങ്കെടുത്ത് നല്ല കുമ്പസാരം നടത്തി കൗൺസിലിംഗ് കഴിയുമ്പോൾ ഒരുപാട് പേർക്ക് രോഗസൗഖ്യം ഉണ്ടാകുന്നത് ഉള്ളിലെയും മുറിവുകളൊക്കെ മാറുന്നത് കൊണ്ടാണ്. അങ്ങനെ ഉള്ളിൽ മുറിവുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ആരോട് പറയാൻ പറ്റാത്ത എന്റെ ഉള്ളിൽ നേർന്നേരെ കഴിയുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈശ്വരൻ ഉള്ളൊരുക്കി എന്നതാണ്. ഉള്ളൊരുക്കി എന്നതാണ്. എല്ലാം ഈശ്വരൻ മുമ്പിൽ ഇറക്കി വെക്കുക. കുരിശിന്റെ അടുക്കൽ ചെന്നിരിക്കണം, കുരിശിലേക്കൊന്ന് നോക്കണം. കുരിശിലേക്കൊന്ന് നോക്കിക്കൊണ്ട് നിന്റെ ഭാരം മുഴുവൻ നിനക്ക് ഇറക്കി വെക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ച ഈശോ ഈ തിരുമുറിവുകളിൽ നിന്നൊഴുകിയ തിരിച്ചു വരുന്നത് നമ്മെ കഴുകും, നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. 53-ാം അധ്യായം 4-ാം വാക്യം: നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രകരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തു എന്ന് നാം കരുതി. 5-ാം വാക്യം: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. നമ്മളൊരു ഈശോയുടെ തിരിച്ചുവര നമ്മെ സൗഖ്യപ്പെടുത്താൻ, മാനസിക മുറിവുകളിൽ നിന്നും ആന്തരിക മുറിവുകളിൽ നിന്നും നമ്മെ സൗഖ്യപ്പെടുത്താൻ, നമ്മെ പൂർണ്ണതയിലേക്ക് നയിക്കും. രക്ഷയായിട്ട്, നമ്മുടെ ജീവിതത്തിന് രക്ഷയായിട്ട് അവിടെ നിന്ന് നൽകും എന്ന് നമുക്കൊരു നിമിഷം കൂടി ഒന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. മാനസികമായി തകർന്നിരിക്കുന്നവരുണ്ട്, ആന്തരിക മുറിവുകളുള്ളവരുണ്ട്. എല്ലാ വേദനകളെ സമർപ്പിക്കുക, എല്ലാ മുറിവുകളെ സമർപ്പിക്കുക. കണ്ണടച്ച് ഈശ്വര കുരിശിനെ ഒന്ന് ധ്യാനിക്കുക. ആ കുരിശിനൊഴുകിയ ആ തിരിച്ചു വര ഒന്ന് കാണുക. ആ മുറിവുകളിൽ നമുക്ക് അഭയമുണ്ട്. ആ തിരിച്ചു വര നമുക്ക് സൗഖ്യമാണ്. ഈശ്വരയെ, ആ സൗഖ്യം കൊണ്ട് ഞങ്ങളൊക്കെ ഒന്ന് കഴുകണമേ. ആ തിരിച്ചു വര ശിരസിലൂടെ ആന്തരിക മേഖലകളിലേക്ക്, മനസ്സിന്റെ ആന്തരിക തലങ്ങളിലേക്ക്, അബോധ മനസ്സുകളിലേക്ക് ഈശ്വരനെ ഒന്ന് ഇറക്കണമേ. ആ തിരിച്ചുവരവ് കഴുകണമേ. ഉണങ്ങാത്ത മുറിവുകൾ ഈശ്വരയെ ഒരുപാടുണ്ട്. ആരോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത ഒരുപാട് വേദനകളുണ്ട് ഈശ്വരയെ. ആ വേദനകളൊക്കെ നീ മാറ്റി തരണമേ, നീ കഴുകണമേ, നീ ശുദ്ധീകരിക്കണമേ. കർത്താവേ, മനസ്സിനും ആത്മാവിനും കൂടുതൽ ബലവും ശക്തിയും നീ നൽകണമേ. ആമേൻ. 6ാമത് രക്തം തളിക്കപ്പെട്ടത്. 6ാമത് രക്തം തളിക്കപ്പെട്ടത് എപ്പോഴാ? ഈശോയുടെ കൈകളിലും കാലുകളിലും ആണി തറയ്ക്കപ്പെട്ടപ്പോൾ. കൈകളിലും കാലുകളിലും ആണി തറയ്ക്കപ്പെട്ടപ്പോൾ കൈകളിൽ എവിടെയാണ് തറച്ചത്? കൈകളിൽ എവിടെയാണ് തറച്ചത്? ഉള്ളംകൈയിലല്ല. ഈശോയുടെ കൈകൾ ആണി തറയ്ക്കുന്നത് കൈക്കുഴയിലാണ്. ഉള്ളംകൈയിൽ തറച്ചാലുള്ള കുഴപ്പം ഇതാണ്. അങ്ങനെയല്ല, ഈശോയെ കുരിശ് തറയ്ക്കുമ്പോൾ 2 കൈകളിലും കാലുകൾ എങ്ങനെയിരിക്കുന്നത്? കാല് ഒന്നിന്റെ പുറത്ത് ഒന്ന് നിർത്തി മുട്ട് മടക്കി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒന്ന് അങ്ങനെ നിന്ന് നോക്കണം. ഒരു കാലിന്റെ പുറത്ത് മറ്റേ കാല് വെച്ച് ഉപ്പൂറ്റി ഒന്ന് പൊക്കി മുട്ട് മടക്കി നിന്ന് നോക്കണം. 5 സെക്കൻഡ് പോലും നമുക്ക് നിൽക്കാൻ സാധിക്കില്ല. കാരണം ശരീരത്തിന്റെ ഭാരം കാലിൽ താങ്ങില്ല. ഇങ്ങനെ നിൽക്കുമ്പോ ഈശോയുടെ ശരീരത്തിന്റെ ഭാരം മുഴുവൻ കൈകളിലാണ്. ആ കൈകളിൽ ഇങ്ങനെ താങ്ങുമ്പോ ഇവിടെയാണ് എങ്കിൽ ഈ ഭാരം കാരണം ഈ ആണി കൈകളിൽ ഉതിർന്ന് കൈ സ്വതന്ത്രമാണ്. ആണികളിൽ നിന്ന് കൈ സ്വതന്ത്രമാണ്. അതുകൊണ്ട് ആണി തറയ്ക്കപ്പെട്ടത് ഈ കൈക്കുഴയിലാണ്. കൈക്കുഴയിൽ തറച്ച് അവർ സ്ഥിരം ചെയ്യുന്നതാണ്. കുട്ടികളൊക്കെ തറയ്ക്കുമ്പോൾ അങ്ങനെ തറക്കത്തുള്ളൂ, എങ്കിലേ മരിക്കരുത്. അപ്പൊ ഇവിടെ തറച്ചു കഴിഞ്ഞ് ഈ ശരീരഭാരം കാരണം ഇതിന്റെ ഇടയിലൂടെ ആണി ഉതിർന്ന് ഈശോ മരിക്കുന്ന സമയത്ത് ആണി ഉള്ളംകൈയിലെത്തി. അതാ ചിത്രകാരന്മാര് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. ആ ഈശോ മരിക്കുന്ന സമയത്ത് ഈ ആണി ഉള്ളംകൈയിൽ ആയിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക.
എത്രമാത്രം വേദന ഉണ്ടാകുമെന്ന്. ഒരു ചെറിയ മുള്ള് ശരീരത്തിൽ കൊണ്ടാൽ മതി. ഇന്ന് രാവിലെ ഞാൻ അവിടെ പണി നോക്കാൻ പോയപ്പോൾ എൻ്റെ കാലിൽ മുള്ളുണ്ട്. പിന്നെ ഒരാളെ എടുത്തു തന്നു. ഒരു മുള്ള് കൊണ്ടാൽ മതി എത്രമാത്രം വേദന ഉണ്ടാകുമെന്ന്. ഈ ശരീരത്തിൽ ആണിയെന്ന് പറഞ്ഞാൽ ചെറിയ ആണിയൊന്നുമല്ല, നമ്മൾ കാണുന്ന ആണിയൊന്നുമല്ല. ആ സിനിമയിലുള്ളവർക്കറിയാം, കാലിരിപ്പാണ്, നീളമുള്ളതാണ്. അത് ഇവിടെ നിന്ന് തറച്ച് ആ കുരിശിന്റെയും മറുവശത്ത് എത്തിച്ചേരുന്ന അത്രയും വലുതാണ്. ആ ആണി, ആ കാലിരിപ്പ് ഇവിടെ ശരീരത്തിൽ നിന്ന് ഇത്രയും വരണമെങ്കിൽ എത്രമാത്രം വേദനയാ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് സഹിച്ചത്. അതുപോലെ കാലിന്, ഈ കൈകളിലും കാലുകളിലും ആണ് തറച്ചപ്പോൾ ഒഴുകപ്പെട്ട തിരിച്ചോര, 6ാമത് തളിക്കപ്പെട്ട ഈ തിരിച്ചോര, ആ തിരിച്ചോര നമുക്ക് നൽകുന്ന സൗഖ്യം എന്ന് പറയുന്നത്, അത് നല്ലൊരു സൗഖ്യം. നിന്റെ കൈകളും നിന്റെ കാലുകളുമൊക്കെ ഏത് പാപത്തിന് കാരണമായി തീർന്നുവോ ആ പാപത്തിൽ നിന്ന് നിനക്ക് മോചനം ലഭിക്കുന്നു. ഒപ്പം നീ നീട്ടുന്ന കൈകളൊക്കെ അനുഗ്രഹത്തിൻ്റെതായി തീരുന്നു. നീ നീട്ടുന്ന കാലുകളൊക്കെ, നീ വയ്ക്കുന്ന നിന്റെ പാതകളൊക്കെ, നിന്റെ യാത്രകളൊക്കെ അനുഗ്രഹീതമായിട്ട് മാറുമെന്ന് പത്രോസെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ, 1-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച വ്യക്തമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെടുന്ന നശ്വരമായ വെള്ളിയോ സ്വർണ്ണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നവരോ, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിനതുപോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം കൊണ്ടാണ്. ഈശോയുടെ ഈ അമൂല്യമായ തിരിച്ചുവര അത് നമുക്ക് സൗഖ്യമാക്കി അവിടെ നിന്ന് മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ വായിക്കുന്നത് ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 9-ാം വാക്യം. ഇപ്രകാരമാണ് നമ്മൾ അത് വായിക്കുന്നത്: കണ്ണുനീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമാക്കും. അവർക്ക് കാലിടറുകയില്ല. ഞാൻ ഇസ്രായേലിന്റെ മേൽ പിതാവാണ്, എബ്രാഹിം എന്റെ ആദ്യജാതൻ. ഇപ്പൊ നമുക്ക് കാലിടറാതെ നമ്മെ കാത്തു സൂക്ഷിക്കുവാൻ വയ്ക്കുന്ന കാലുകളൊക്കെ, യാത്രകളൊക്കെ അനുഗ്രഹീതമായി തീരുവാനായിട്ട് ഈശോയുടെ ഈ തിരിച്ചുവര സഹായിക്കും. എന്റെ കൈകൾ, എന്റെ കാലുകൾ ഇതൊക്കെ പാപത്തിന് കാരണമായി ഉള്ളൊരുങ്ങി പ്രാർത്ഥിക്കണം: ഈശോയെ നീ സൗഖ്യപ്പെടുത്തണമേ, നിന്റെ ശക്തി നൽകണമേ എന്ന്. 7ാമത് രക്തം തളിക്കപ്പെട്ടത്, 7ാമത് രക്തം തളിക്കപ്പെട്ടത് എപ്പോഴാ? കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തിയപ്പോൾ. കുന്തം കൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളിൽ 34-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ പടയാളികൾ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. രക്തവും വെള്ളം അത് കൂദാശകളുടെ അടയാളമാണ്. കൂദാശകളുടെ അടയാളം എന്ന് പറഞ്ഞാൽ ആ ഈശോയുടെ നെഞ്ച് പിളർന്നപ്പോൾ ഒഴുകിയത് കൂദാശകളാണ്. നമ്മെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഒഴുകപ്പെട്ടതാണ്. അത് നമുക്ക് എന്ത് മോചനം നൽകുന്നു? സങ്കീർത്തന പുസ്തകം 147-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 147-ാമത്തെ സങ്കീർത്തനം 3-ാം വാക്യം ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്: അവിടുത്തെ ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവിടെ മുറിവുകളിൽ വച്ചുകെട്ടുകയും ചെയ്യുന്നു. ഈശോയുടെ ഈ ഹൃദയരക്തം, ഹൃദയം ഭാരം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നവര്, താങ്ങാൻ പറ്റാത്ത ഭാരം കൊണ്ട് നിൽക്കുന്നവര്, ഹൃദയം വല്ലാതെ വേദനിക്കുന്നവര്, ചില അവസരങ്ങളിൽ, ചില സംഭവങ്ങൾ നടക്കുമ്പോൾ, ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വല്ലാത്ത ഭാരം ഉണ്ടാകും. അങ്ങനെ ഭാരമുള്ളപ്പോഴൊക്കെ ഈശോയുടെ അടുക്കൽ ഉള്ളവരുടെ പ്രാർത്ഥിക്കുക, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക: ഈശോയെ നിന്റെ തിരിച്ചുവരകൊണ്ട് എന്നെ കഴുകണമേ, എന്റെ ഹൃദയത്തിലേക്ക്
ഹൃദയ ധമനികളിലേക്ക് നിന്നെ തിരിച്ചൊരെടുക്കണമേ, നമുക്ക് സൗഖ്യം ലഭിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ ഈശോ 7 പ്രാവശ്യം ഒഴുകിയ ഈ തിരിച്ചോല, ആ തിരിച്ചറിവുകൊണ്ട് കഴുകപ്പെടുമ്പോൾ ഈ ലോകത്തിൽ തന്നെ നമുക്ക് രക്ഷയായിട്ട് മാറും, ഈ ലോകത്തിൽ തന്നെ സൗഖ്യമായിട്ട് മാറും, ഈ ലോകത്തിൽ വെച്ച് തന്നെ ശക്തിയായിട്ട് മാറും, പരലോകത്തിൽ നിത്യജീവൻ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യും. നമ്മൾ 7 പ്രാവശ്യം രക്തം തളിച്ചത് കണ്ടു. ഒന്നാമത് എവിടെ തളിച്ചത്? ഒന്നാമത് എവിടെ വെച്ച് തളിച്ചത്? ഗത്സമൻ തോട്ടത്തിൽ. എന്ത് അനുഗ്രഹം നൽകുന്നു? എന്തനുഗ്രഹം നൽകുന്നു? എന്തനുഗ്രഹം നൽകുന്നു? എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു. ഓരോ കുമ്പസാരിക്കുമ്പോഴും, ഒരു പ്രാവശ്യം കുമ്പസാരിക്കുമ്പോഴും ഈശോയുടെ തിരിച്ചറിവുകൊണ്ട് നമ്മൾ കഴുകപ്പെടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് രക്തം തളിച്ചത് എപ്പോഴാ? രണ്ടാമത് രക്തം തളിച്ചത് ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെട്ടപ്പോൾ. എന്ത് അനുഗ്രഹം നൽകുന്നു? എന്തനുഗ്രഹം നൽകുന്നു? ശാരീരിക രോഗത്തിൽ നിന്ന് മോചനം നൽകുന്നു. മൂന്നാമത്തെ രക്തം തളിച്ചത് എപ്പോഴാ? മുൾമുടി ധരിപ്പിക്കപ്പെടുന്നു. എന്തനുഗ്രഹം നൽകുന്നു? സാമ്പത്തികമായ അനുഗ്രഹം, സാമ്പത്തിക സമൃദ്ധി നൽകുന്നു. നാലാമത്തെ രക്തം തളിച്ചത്, നാലാമത് കുരിശുമായിട്ട് വീഴുമ്പോൾ എന്തനുഗ്രഹം നൽകുന്നു? മാനസിക പീഡകളിൽ നിന്ന് മോചനം നൽകുന്നു. അഞ്ചാമത് തിരുവസ്ത്രം ഉരിഞ്ഞെടുക്കപ്പെടുമ്പോൾ എന്തനുഗ്രഹം നൽകുന്നു? ആന്തരിക മുറിവുകളിൽ നിന്ന് സൗഖ്യം നൽകുന്നു. ആറാമത് രക്തം തളിച്ചത് കൈകളും കാലുകളും അണിനിറയ്ക്കുമ്പോൾ എന്തനുഗ്രഹം നൽകുന്നു? കൈകളും കാലുകളും വഴി ചെയ്ത പാപമോചനം, അതോടൊപ്പം നീട്ടുന്ന കൈകൾ, വയ്ക്കുന്ന കാലുകൾ അനുഗ്രഹത്തിൻ്റെതായിട്ട് മാറുന്നു. ഏഴാമത് ഇലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി തുറക്കപ്പെട്ടപ്പോൾ എന്തനുഗ്രഹം നൽകുന്നു? ഹൃദയഭാരത്തിൽ നിന്ന്, ഹൃദയബന്ധകളിൽ നിന്ന് അനുഗ്രഹം നൽകുന്നു. ഒരു നിമിഷം 2 കൈയും ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട്, ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് കഷ്ടതകളുണ്ട്, ഒരുപാട് ദുഃഖദുരിതങ്ങളുണ്ട്. ഈശോ കുരിശിലേറിയത് നിന്റെ വേദനകൾ ഏറ്റെടുക്കുവാനാണ്, നിന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുവാനാണ്, നിന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. ഈശോയുടെ ഈ ഹൃദയ കൊണ്ട്, ശരീരത്തിലുള്ള രക്തം കൊണ്ട് നിന്നെ കഴുകുന്നതിന് വേണ്ടി ഉള്ളുരുകി എല്ലാവരും പ്രാർത്ഥിച്ച് ഉള്ളുരുകട്ടെ. നിന്റെ വേദനകളെല്ലാം സമർപ്പിക്കുന്ന നിമിഷം. ഇത് ദുഃഖത്തിൻ്റെ ദിനമല്ല, ഇത് അനുഗ്രഹത്തിൻ്റെ ദിനമാണ്. നല്ല വെള്ളിയാണ്, നിനക്ക് വേണ്ടി ഈശോ നേടിത്തന്ന വെള്ളിയാണ്. ഈ ദിനം അനുഗ്രഹത്തിൻ്റെതായിട്ട് മാറണം, സൗഖ്യത്തിൻ്റെതായിട്ട് മാറണം, ശക്തിയുടേതായിട്ട് മാറണം, ചൈതന്യമുള്ളതായിട്ട് മാറണം. എല്ലാ ഭാരങ്ങളും ഇറക്കി വയ്ക്കുന്ന ദിനമായിട്ട് ഈശ്വര കുരിശ് എല്ലാ മക്കളും കണ്ണടച്ചിരുന്നുകൊണ്ട് കുരിശ് ഒന്നുകൂടി ഓർത്ത് ധ്യാനിക്കട്ടെ. ഇത് നമ്മൾ തുടർന്ന് നമ്മൾ കുരിശിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുമ്പോൾ ഉള്ളുരുക്കി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാരങ്ങൾ മുഴുവൻ ഇറക്കി വയ്ക്കണം. ഒരു നിമിഷം നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും ഒന്ന് സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിച്ച് നിങ്ങളുടെ വേദനകളെല്ലാം സമർപ്പിക്കുക. ഈശോയെ, ഈ മക്കളെല്ലാവരും നീ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈ പുണ്യദിനത്തിലൂടെ നീ നേടിത്തടുത്ത അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് ഈ മക്കളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. രോഗികളായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഈശോയെ, രോഗികളായിരിക്കുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ. നിന്റെ സൗഖ്യത്തിന് വലിയ അനുഭവം കൊടുക്കണമേ. നിന്റെ ശക്തിയും ചൈതന്യം പുറത്തു കൊടുക്കണമേ. ഈശോയെ, മാനസികമായി തകർന്നിരിക്കുന്ന മക്കളുണ്ട്, ഭാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരുണ്ട്, സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, കുടുംബ പ്രശ്നം കൊണ്ട് എഴുതുന്നവരുണ്ട്. ഈശോയെ, ഈ മക്കളിലേക്കെല്ലാം അവിടെ കുടുംബങ്ങളിലേക്ക് ഇത് തിരിച്ചെടുക്കണമേ. തിരിച്ചെടുക്കൊണ്ട് നീ കഴുകണമേ, നീ വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിച്ചിരിക്കണമേ. ഈ പുണ്യദിനം അനുഗ്രഹത്തിൻ്റെതാക്കി നീ മാറ്റണമേ.